നിഷ്കളങ്കമായാണോ കാര്യങ്ങൾ ഇവിടെ സംഭവിച്ചത്? ഇപ്പോൾ ഗവർണർക്കെതിരെയുള്ള പ്രതിഷേധത്തിൽ കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം ചീഫ് സെക്രട്ടറിയോട് റിപ്പോർട്ട് തേടിയിട്ടുണ്ട്. നേരത്തെ അഡ്വക്കേറ്റ് എ സമ്പത്ത് ചോദിക്കുന്നുണ്ടായിരുന്നു ഈ നടപടിക്രമങ്ങളൊക്കെ പാലിച്ചോ എന്ന്. കൃത്യമായി ചീഫ് സെക്രട്ടറിയോട് റിപ്പോർട്ട് തേടിയിട്ടുണ്ട്. കാര്യങ്ങൾ കുറച്ചുകൂടി ഗൗരവത്തിലേക്ക് കേന്ദ്ര സർക്കാർ ഗൗരവത്തോടെ ഈ വിഷയം നോക്കിക്കാണുന്ന തലത്തിലേക്ക് എത്തുകയാണോ? അല്ല, ഞാൻ ഒരു കാര്യം പറയട്ടെ. സമരം ചെയ്യാനുള്ള അധികാരവും അവകാശമൊക്കെ എല്ലാവർക്കും ഉണ്ട്. സമരത്തിലൊന്നും ആരും എതിരല്ല. പക്ഷേ എല്ലാത്തിനും നമ്മുടെ നാട്ടിൽ ഒരു ലക്ഷ്മണരേഖയുണ്ട്. ആ ലക്ഷ്മണരേഖ ലംഘിച്ചപ്പോൾ ഇപ്പോൾ എന്താ സംഭവിച്ചത്? ഗവർണർക്ക് Z+ കാറ്റഗറി സെക്യൂരിറ്റി വന്നു. എന്താ അതിനി സംഭവിക്കാൻ പോകുന്നതെന്നറിയോ? ഗവർണർക്ക് ബുള്ളറ്റ് പ്രൂഫ് വെഹിക്കിള്, 10 കമാൻഡോസ്, 4-5 എക്സ്ട്രാ വെഹിക്കിള്, ഒരു വലിയ വാഹന വ്യൂഹമാകാൻ പോവാണ് ഗവർണറുടെ അകമ്പടി. എന്നിട്ട് ഗവർണർ പോകുന്ന വഴിയൊക്കെ ക്ലിയറാക്കുക, ഗവർണർ വരാൻ പോകുന്ന സ്ഥലം സാനിറ്റൈസ് ചെയ്യുക. എന്നിട്ട് ഇപ്പം എന്താണ് സംഭവിക്കാൻ പോകുന്നത്? ഗവർണർ പോകുന്ന വഴിയിലെ വാഹനങ്ങൾ പിടിച്ചിടും. ഇപ്പോൾ മുഖ്യമന്ത്രിൻ്റെ വാഹനം പോകുന്ന വഴിക്ക് ജഡ്ജിൻ്റെ വാഹനം വരെ പിടിച്ചിട്ടല്ലോ. അപ്പോൾ അതുപോലെ പിടിച്ചിടും. എന്നിട്ട് ആളുകൾക്ക് മുഴുവൻ ബുദ്ധിമുട്ടുണ്ടാവും. Z+ കാറ്റഗറീൻ്റെ റിസൾട്ട് അതാണ്. എന്താ സംഭവിക്കാൻ പോകുന്നത്? സാധാരണക്കാർ ബുദ്ധിമുട്ടിലാവും. കാരണം രാവിലെ ഗവർണർ വഴിക്ക് പോവുകയാണെങ്കിൽ രാവിലെ ഓഫീസിൽ പോകുന്നവൻ, സ്കൂളിൽ പോകുന്നവൻ ഒക്കെ ഇപ്പോൾ പ്രധാനമന്ത്രി പോകുന്ന മാർഗം അറിയാലോ. എന്താ പ്രധാനമന്ത്രി വന്നാൽ സംഭവിക്കാമെന്ന്. പ്രധാനമന്ത്രിയുടെ പ്രസംഗം തർജ്ജമ ചെയ്യാൻ ലക്ഷദ്വീപിൽ സ്റ്റേജിൽ കയറിയ എൻ്റെ മൊബൈൽ ഫോൺ വരെ കയറ്റരുതെന്ന് പറഞ്ഞു. ട്രാൻസ്ലേറ്ററായ ഞാൻ വരെ മൊബൈൽ ഫോൺ താഴെ വെച്ചിട്ടാണ് കയറിയത്. ഇതേപോലെയാവും ഇനിയിപ്പം. മണിക്കൂറുകൾക്ക് മുമ്പ് അല്ലെങ്കിൽ അരമണിക്കൂറോ 1 മണിക്കൂറോ മുമ്പേ റോഡ് അടച്ചിടും. ഇദ്ദേഹം പോയിട്ട് റോഡ് തുറക്കുള്ളൂ. അപ്പോൾ ഇതൊക്കെ വരുത്തി വെക്കേണ്ട വല്ല ആവശ്യമുണ്ടോ? അത്രയ്ക്കൊക്കെ വലിയ ഗുരുതരമായ പ്രശ്നം ഇവിടെ ഉണ്ടായിട്ടുണ്ടോ? ഗവർണറുടെ ഭാഗത്ത് നിയമലംഘനം ഉണ്ടെങ്കിൽ അത് ചോദ്യം ചെയ്യാൻ കോടതിയില്ലേ? കോടതിയിൽ പോയിട്ട് എതിരായിട്ടും അനുകൂലമായിട്ടും വിധി കിട്ടിയിട്ടില്ലേ? അപ്പോൾ ഇത് പിന്നാലെ ഒരു പ്രാവശ്യമൊക്കെ ചെയ്യുക, അതൊക്കെ രസമുണ്ട്. പിന്നാലെ ഗവർണർ പോകുന്ന സ്ഥലത്തൊക്കെ പോയിട്ട് ബഹളം വെക്കുക. അപ്പോൾ അതിൻ്റെ പ്രത്യാഘാതം ഇതൊക്കെ ഉണ്ടാവും. അവസാനം പബ്ലിക് വിൽ സഫർ. കാറ്റഗറി വരുമ്പോൾ അത് പൊതുജനത്തിന് ബുദ്ധിമുട്ടുണ്ടാകും. ഇവിടെ മറ്റൊരു കാര്യം കൂടി മറുപടി വേണ്ടതുണ്ട്. അതായത് ഗവർണർക്ക് ഏതെങ്കിലും തരത്തിൽ മാനസിക ശാരീരിക അസ്വാസ്ഥ്യങ്ങൾ അതുണ്ടെങ്കിൽ ചികിത്സിക്കണം എന്ന് തന്നെയാണ് മുഖ്യമന്ത്രി ഇന്ന് പറയാതെ പറഞ്ഞത്. അതായത് വട്ടുണ്ടോ എന്ന് ചോദിക്കുന്നത് പോലെയാണ് ഇന്ന് മുഖ്യമന്ത്രിയുടെ പറയാതെ പറഞ്ഞുള്ള പരിഹാസ ചിരിയിൽ പൊതിഞ്ഞുള്ള പ്രതികരണത്തിൽ ഉണ്ടായിരുന്നത്. ഇപ്പോൾ അഡ്വക്കേറ്റ് എ സമ്പത്ത് പറയുന്നു സംസ്ഥാനം അതിന്റെ ചിലവ് വഹിക്കാനും തയ്യാറാണെന്ന്. അങ്ങനെയൊക്കെയാണോ ഗവർണർ നടത്തുന്ന പ്രതിഷേധത്തെ നോക്കിക്കാണേണ്ടത്? തിരിച്ച് ഗവർണറും പറഞ്ഞാലോ, നല്ല ഡോക്ടർമാർ ഡൽഹിയിൽ എയിംസിലുണ്ട്, ഞാൻ കൊണ്ടുപോയി ചികിത്സിപ്പിക്കുക വന്നോളൂന്ന്. അതൊക്കെ എന്ത് വർത്താനം? അങ്ങോട്ടും ഇങ്ങോട്ടും അതൊക്കെ പറയാൻ പോയാൽ അതൊക്കെ എന്നെ പോലത്തെ സാധാരണക്കാർ പോലും പറയാത്ത വർത്താനാണ്. ഇങ്ങനെയല്ല പരസ്പരം സംസാരിക്കേണ്ടത്. ഇതിപ്പോൾ ഗവർണർക്കും പറയാലോ, നിങ്ങൾക്ക് അങ്ങനത്തെ വല്ല അസുഖം ഉണ്ടെങ്കിൽ വന്നോളൂ, ഞാൻ ഡൽഹിയിൽ പ്രധാനമന്ത്രിയോടോ അല്ലെങ്കിൽ അവിടെ ഡൽഹിയിലെ ഭരിക്കുന്നവരോട് പറഞ്ഞിട്ട് നല്ല ചികിത്സ ഏർപ്പാടാക്കി തരാം. എന്ത് കഥ അതൊക്കെ? ഇങ്ങനെയൊക്കെയാണോ സംസാരിക്കേണ്ടത്? അപ്പോൾ ഇതൊക്കെ പക്വമായ രീതിയിൽ കൈകാര്യം ചെയ്യേണ്ട വിഷയമാണ്. അപക്വമായ രീതിയിലാണ് കാര്യങ്ങൾ കൈകാര്യം ചെയ്തിട്ടുള്ളത്. അപ്പോൾ അതിൻ്റെ പ്രത്യാഘാതം ഇപ്പോൾ പാർലമെൻറ്റിൽ ആരെയും കയറ്റുന്നില്ല, വിസിറ്റേഴ്സ് ഗാലറിയിൽ ആരെയും കയറ്റുന്നില്ല. എന്താ കാരണം? 2-3 ആൾക്കാർ പോയിട്ട് മഞ്ഞപ്പൊടി വെതറി അവിടെ ബഹളം ഉണ്ടാക്കിയപ്പോൾ ഇപ്പം എന്ത് സംഭവിച്ചു? വിസിറ്റേഴ്സിനെ അവിടെ ഡിസലവ് ചെയ്തു. ഞാനും നിങ്ങളും പോലുള്ള ആളുകൾക്ക് പുതിയ പാർലമെൻറ്റ് പന്തിനം കാണണമെന്നും അവിടുത്തെ നടപടിക്രമം കാണണമെന്നും ഒക്കെ കൗതുകം ഉണ്ടാവും. അത് കാണാൻ സാധിക്കാതെയായി ഇപ്പം. അപ്പോൾ നമ്മുടെ സ്വാതന്ത്ര്യം നമ്മൾ മിസ്യൂസ് ചെയ്താൽ അതെന്ത് സംഭവിക്കും? സ്വാതന്ത്ര്യത്തിൽ അത് പിന്നീട് കുഴപ്പങ്ങളുണ്ടാവും. അപ്പോൾ സമരം ചെയ്യാനുള്ള സ്വാതന്ത്ര്യം ഒരു ലക്ഷ്മണരേഖയ്ക്ക് ഉള്ളിൽ നിന്നുകൊണ്ട് ചെയ്തിട്ടില്ലെങ്കിൽ ഇങ്ങനെയൊക്കെ പ്രശ്നങ്ങളുണ്ടാവും. അതൊക്കെ സ്വാഭാവികമാണ്. അതിപ്പോൾ വരുത്തി വെച്ചത് SFI ആണ്. ഇനിയിപ്പോൾ അഡ്വക്കേറ്റ് ശ്രീപത്മനാഭൻ ഈ ലക്ഷ്മണരേഖയെ കുറിച്ച് പറയുമ്പോൾ മുഖ്യമന്ത്രിയുടെ നവകേരള സദസ്സിലെ യാത്രക്കിടെ KSU യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരെയൊക്കെ കരുതൽ തടങ്കലിൽ വെക്കുന്നുണ്ടായിരുന്നു, പ്രതിഷേധം ഉണ്ടാകുമെന്നറിഞ്ഞ്. ഇവിടെ എന്താ SFI പ്രതിഷേധിക്കുമെന്ന് മുൻകൂട്ടി അറിഞ്ഞില്ലേ? കരുതൽ തടങ്കലില്ലേ? അല്ല, ഞാൻ ചോദിക്കട്ടെ, ഞാൻ SFI അല്ല KSUവിൻ്റെ യൂത്ത് കോൺഗ്രസിലേക്കും പോകുന്നില്ല. കൊല്ലത്ത് യുവമോർച്ചക്കാർ മുഖ്യമന്ത്രിയെ കരിങ്കൊടി കാണിച്ചു. അവരെ കയ്യിൽ കരിങ്കൊടി മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അവരെ DYFIക്കാർ തല്ലാൻ പോയില്ലേ? പിന്നെ യൂത്ത് കോൺഗ്രസ്സുകാരല്ല യുവമോർച്ചക്കാരായതുകൊണ്ട് അവർ തിരിച്ചടിച്ചു അല്ലേ? അപ്പോൾ ഞങ്ങളുടെ കയ്യിൽ കല്ലുണ്ടായിരുന്നോ യുവമോർച്ചക്കാരുടെ കയ്യിൽ?
അപ്പം ഇതൊക്കെയാണ് അനാവശ്യമായ അമിതാവേശം, ഡിവൈഎഫ്ഐയുടെയും പോലീസിൻ്റെയും അമിതാവേശം ഒരു ഭാഗത്ത് നിഷ്ക്രിയത്വം, ഇതൊക്കെയാണ് കുഴപ്പങ്ങൾ ഉണ്ടാക്കിയത്. You are watching Reporter Evening Show.